നവകേരള സദസ് പ്രതീക്ഷക്കൊത്ത് ഉയർന്നോ അല്ലെങ്കിൽ അത് വലിയ വിമർശനങ്ങളാണോ ഉണ്ടാക്കിയത്? കാരണം ഇത് ചോദിക്കാൻ കാര്യം, നിരവധി യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കുകയും അവർ വലിയ പ്രതിഷേധ സ്വരം ഉയർത്തുകയും അതിനെ അടിച്ചമർത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു നാണക്കേട് പാർട്ടി കൊണ്ടോ? സ്വാഭാവികമായിട്ടും സംഘടിപ്പിക്കുന്നവർക്ക് അതിന്റെ പ്രയാസം ഉണ്ടാവുമല്ലോ. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരുമിച്ച് മണ്ഡലത്തിലേക്ക് വരുന്നു, 140 മണ്ഡലത്തിലേക്കും വരുന്നു ഒറ്റയടിക്ക്. അതൊരു ചരിത്ര സന്ദർഭമല്ലേ. അതിൽ UDF കരിങ്കൊടി കാണിക്കേണ്ട കാര്യം എന്താ? ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ MLA എന്ന നിലയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ മണ്ഡലത്തിൽ ഓരോ പരിപാടിക്ക് വ്യത്യസ്ത മന്ത്രിമാരെ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ മന്ത്രിമാരെയും കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തണം എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ പറഞ്ഞ EP ജയരാജൻ സഖാവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അംഗപരിമിതിനെതിരെ ഒരു പ്രസ്താവന നടത്തി. സഖാവ് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമിതമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ജനം ഈ കാപട്യമൊക്കെ നന്നായിട്ട്, കരിങ്കൊടിക്കാരുടെ കാപട്യമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കും. കാരണം ഇതൊരു രാഷ്ട്രീയമായി ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു ഇപ്പോഴത്തെ ഇടപെടലിന്റെ കാര്യം. ഇതേപോലെ തന്നെ ഇപ്പൊ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു ആൾ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളത് അപ്പൊ ഞങ്ങൾ നവകേരള സദസ്സിലൂടെ മുന്നോട്ട് വെക്കുന്നതാണ്. ഈ മറിയക്കുട്ടി അമ്മയെ പോലുള്ള പാവങ്ങളുടെ കാര്യം പരിഗണിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒന്ന് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കാൻ ആവശ്യപ്പെടുന്നു. വളരെ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. പല LDF ഗവൺമെന്റുകൾ ഇരുന്നിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. കേരളത്തിൽ ഏത് തെരുവിൽ കൂടെയും ഏത് VIP വേണമെങ്കിലും ഇറങ്ങി നടക്കാം, ഒരു പ്രശ്നവുമില്ല. അയാൾക്കെതിരെ അങ്ങനെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. റോഡിലൂടെ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ കരിങ്കൊടി കാണിക്കുന്നത് ഒരു അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഒരു പുതിയ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട മേയർ ബ്രോ ആയിരുന്ന ഒരാൾ. പിന്നീട് അദ്ദേഹം ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും ജനകീയനായിട്ടുള്ള MLA ആണ്. മറ്റു വിശേഷങ്ങളൊന്നും തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ചും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പേര് VK പ്രശാന്ത്. തുടങ്ങാം. സ്വാഗതം സാർ. നമസ്തേ. ഇപ്പം നവകേരള സദസ് തിരുവനന്തപുരത്തേക്ക് കടക്കുന്ന ദിവസമാണ് നമ്മളിന്ന് തമ്മിൽ കാണുന്നത്. സാർ, ഈ നവകേരള സദസ് പ്രതീക്ഷക്കൊത്ത് ഉയർന്നോ അല്ലെങ്കിൽ അത് വലിയ വിമർശനങ്ങളാണോ ഉണ്ടാക്കിയത്? കാരണം ഇത് ചോദിക്കാൻ കാര്യം, നിരവധി യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കുകയും അവർ വലിയ പ്രതിഷേധ സ്വരം ഉയർത്തുകയും അതിനെ അടിച്ചമർത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു നാണക്കേട് പാർട്ടി കൊണ്ടോ അതോ നേട്ടമാണെന്നാണ്? എങ്ങനെയാണ് സഖാവ് കാണുന്നത്? അല്ല, ഒരു കരിങ്കൊടി കാണിച്ചവർ അവരുടെ പൊളിറ്റിക്സ് അല്ലേ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു ഗവൺമെന്റ് സാധാരണഗതിയിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണല്ലോ ഗവൺമെന്റിന്റെ കർത്തവ്യം. മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും MLA മാരായാലും കാണാനില്ല എന്നുള്ളതാണല്ലോ വിമർശനം. അപ്പോൾ ഇവിടെ തിരിച്ചാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു, എല്ലാ മണ്ഡലങ്ങളിലും വരുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ MLA എന്ന നിലയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ മണ്ഡലത്തിൽ ഓരോ പരിപാടിക്ക് വ്യത്യസ്ത മന്ത്രിമാരെ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ മന്ത്രിമാരെയും കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തണം എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരുമിച്ച് മണ്ഡലത്തിലേക്ക് വരുന്നു, 140 മണ്ഡലത്തിലേക്കും വരുന്നു ഒറ്റയടിക്ക്. അതൊരു ചരിത്ര സന്ദർഭമല്ലേ. അതിൽ UDF കരിങ്കൊടി കാണിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ ജനങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ സ്വീകരിച്ച പരാതികളിൽ എന്തെല്ലാം കാര്യത്തിൽ നടപടി എടുത്തു അല്ലെങ്കിൽ എടുത്തില്ല, അവിടെയാണ് വിമർശിക്കേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോൾ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കെതിരെ അവർ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അല്ല, എൻ്റെ ചോദ്യം അവിടെയാണ്. കാരണം ഈ കരിങ്കൊടി കാണിക്കുന്നു എന്നുള്ളത് അവർക്ക് ന്യായീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ശരി തന്നെയാണ്. കാരണം ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. സഹോ പറഞ്ഞ കറക്റ്റ് തന്നെ. പക്ഷേ ഈ കരിങ്കൊടി കാണിക്കുന്നവരെ നേരിടുന്നതിൽ കുറച്ചുകൂടി ഒരു പക്വത കാണിക്കാമായിരുന്നില്ല എന്നാണ് ചോദ്യം. കാരണം ഞാനിത് ചോദിക്കുന്നത് പഴയ മേയർ ബ്രോ ആയിരുന്ന VK പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളോടാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ സാധാരണ ഒരു CPM-ലെ യുവ നേതാക്കളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ആളുകളാണ്. പക്ഷേ സഖാവ് ഒരിക്കലും അങ്ങനെയല്ല. കുറച്ചുകൂടി സൗമ്യനായ, വളരെ നന്നായ ആളുകളോട് ഇടപെടുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യം എവിടെയാണ്. കാരണം ഒന്ന്, ഈ കരിങ്കൊടിക്കെതിരെ ഇപ്പം ഗൺമാന്മാർ ആക്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ പോലീസുകാർ അടിച്ചമർത്തുന്നു എന്ന് പറയുന്ന കാര്യം. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, ഇത് എല്ലാം അവർക്ക് ചെയ്യാൻ പോലീസുകാർക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട്. പക്ഷെ എന്തിനാണ് സഖാവ് DYFIക്കാരെ എന്ത് ചെയ്യുന്നത്, അവരെ തടയുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നമ്മുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ അതിനെതിരായി കരിങ്കൊടി നടത്തുക, പ്രകടനം നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടിപ്പിക്കുന്നവർക്ക് അതിന്റെ പ്രയാസം ഉണ്ടാവുമല്ലോ. അവരൊരു സ്വാഭാവികമായ ഒരു വൈകാരികമായിട്ടുള്ള ഇടപെടൽ ഒരുപക്ഷെ നടന്നേക്കാം. അതാണ് ഇപ്പോൾ പല സ്ഥലത്തും കണ്ടത്. അപ്പോൾ അത് ആ നിലയിലാണ് ഞാൻ കാണുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയമായി ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു ഇപ്പോഴത്തെ ഇടപെടലിന്റെ കാര്യം.
സമരത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഒരു കാരണം അവർ പറയുന്നുമില്ല. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, കരിങ്കൊടി കാണിക്കുന്നു, ഡിവൈഎഫ്ഐക്കാർ ചേർക്കാൻ വരുമ്പോൾ ഞങ്ങളുമായിട്ട് സംഘർഷത്തിൽ വരുന്നു എന്നുള്ള നിലയാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഒരു എന്താണ് കഴമ്പില്ലാത്ത ഒരു ഇടപെടൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിവൈഎഫ്ഐക്കാർ ചേർക്കുന്നു എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ വൈകാരികമായിട്ടൊരു ഇടപെടലാണ്. നമ്മുടെ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ, അതിന്റെ യുവജന സംഘടനയിൽ നിൽക്കുന്നവർ. അവർ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു ബോധപൂർവമല്ലല്ലോ, എല്ലായിടത്തും നടന്നിട്ടില്ലല്ലോ. ചില സ്ഥലങ്ങളിൽ അത് കൈവിട്ടു പോയി എന്നുള്ളത് വസ്തുതയാണ്. അത് യഥാർത്ഥത്തിൽ പാർട്ടി പരിശോധിച്ചത് തിരുത്തും. തിരുവനന്തപുരത്ത് അത് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ പാർട്ടി എടുത്തിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ അണികളോട് ആരോടും പറയുന്നില്ല നിങ്ങൾ ഒഴിച്ചിറക്കണമെന്ന് പറയുന്നില്ല. കാരണം അതാത് സ്ഥലത്ത് ഇപ്പൊ ഡിവൈഎഫ്ഐ 10 ചെറുപ്പക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് കരിങ്കൊടി കാണിക്കുന്നത്. അവർ നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചിട്ട് അവരങ്ങ് വെക്കോളൂ എന്ന് വിചാരിക്കാൻ കഴിയൂ? അവിടെ ഒരു സ്വാഭാവിക വൈകാരികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. ഇപ്പൊ മുഖ്യമന്ത്രിയോട് നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനായാലും ഇപ്പൊ വിമാനത്താവളത്തിൽ വിമാനത്തിനകത്ത് ഇ പി ജയരാജൻ പ്രതികരിച്ചില്ലേ? അത് സ്വാഭാവികമാണ്. നമ്മുടെ ഒരു പാർട്ടി ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളിനെതിരെ ഒരാൾ മുദ്രാവാക്യം വിളിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്ന അനുയായി അല്ലെങ്കിൽ പാർട്ടി അനുഭാവി അവർ സ്വാഭാവികമായും വൈകാരികമായിട്ട് ഇടപെടും. അത് സ്വാഭാവികമാണ്. അല്ല, അതിൽ സഹിഷ്ണുത പഠിപ്പിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ സഖാവ് ഇപ്പോൾ പറഞ്ഞ ഇ പി ജയരാജൻ സഖാവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അംഗപരിമിതിനെതിരെ ഒരു പ്രസ്താവന നടത്തി. സഖാവ് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പോലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നടത്തിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. താങ്കൾ പറഞ്ഞ പോലെ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു ലോകത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് ചെയ്യാത്തൊരു കാര്യമാണ് മന്ത്രിസഭ ജനങ്ങളിലേക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ നിന്നൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭത്തെ നമ്മൾ കുറച്ചെങ്കിലും എഴുതി കാണിക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകാൻ ഇതെല്ലാം സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഭാഗം കൂടി ഉണ്ട്. നമ്മൾ സഖാക്കളും പാർട്ടി അനുഭാവികളും പ്രകോപനങ്ങളിൽ വീണുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു. കാരണം അവരുടെ ലക്ഷ്യം ഇതൊരു കലാപമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അംഗപരിമിതരെ രംഗത്തിറക്കി പ്രശ്നം ഉണ്ടാക്കുക, ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്നതല്ലേ? കാരണം അവിടെ നമ്മുടെ അനുഭാവികൾ, നമ്മുടെ പ്രവർത്തകർ അതിലേക്ക് വീണു പോകരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈകാരിക തലത്തിൽ ഇടപെടുന്നത് പോലും ഒഴിവാക്കണം. കാരണം ജനം ഇത് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഖാക്കളും പ്രവർത്തകരും ആ നിലയിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ നിലയിൽ ഇടപെടരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പോലീസ് കൈകാര്യം ചെയ്തുകൊള്ളും, ആ നിലയിൽ അവർ കൈകാര്യം ചെയ്തുകൊള്ളും. അതുകൊണ്ട് അമിതമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ജനം ഈ കാപട്യമൊക്കെ നന്നായിട്ട്, കരിങ്കൊടിക്കാരുടെ കാപട്യമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കും. അല്ല, അത് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ദേശാഭിമാനിക്കും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ആരോപണമായി വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ വലിയ തോതിൽ എനിക്ക് തോന്നുന്ന അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബൈറ്റായി അവരുടെ കയ്യിലുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു ആൾ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളത് CPM പഠിക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. കാരണം ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത തെറ്റായിപ്പോയി. ദേശാഭിമാനിയെ തിരുത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും നാളെ ഇത് ആളുകളുടെ കയ്യിലേക്ക് നമ്മളൊരു ഉപകരണം വെച്ചു കൊടുക്കുന്ന അത്രയും കാര്യങ്ങളായി പോകുന്നില്ല എന്നുള്ളതാണ് സഖം. അല്ല, ചില സ്ഥലത്ത് നമുക്ക് സഹിഷ്ണുതയോടുകൂടി ഇടപെട്ടേ മതിയാവും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഇവിടെ കാണേണ്ടത് എന്താ, 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കേരളമാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത് കൊടുക്കുന്നില്ല. ഇതും കൃത്യമായി കൊടുക്കുകയാണ്. ഞങ്ങൾ AK ആന്റണിയുടെ ഭരണകാലത്ത് ഏതാണ്ട് 28 മാസത്തോളം പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിച്ചു തീരുമ്പോൾ 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. 600 രൂപയായിരുന്നു. ഈ 600-നെയാണ് 1600 ആക്കിയത്. LDF ഭരിക്കുമ്പോഴും കുടിശ്ശിക വന്നിട്ടുണ്ട്. വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ക്രിസ്മസ് വരുമ്പോൾ, ഓണം വരുമ്പോൾ, റംസാൻ വരുമ്പോൾ, വിഷു വരുമ്പോൾ, വിശേഷ അവസരങ്ങളിൽ ആ കുടിശ്ശിക തീർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. അത് ഏതെങ്കിലും ഒരു വിശേഷ അവസരം വരുമ്പോൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസിന് 1 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ആളുകൾ നന്നായി മനസ്സിലാക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ മറിയക്കുട്ടി അമ്മയെ പോലുള്ള ആളുകൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ ഇത്രയും ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാണല്ലോ. 64 ലക്ഷം പേർക്ക് 1600 രൂപ വെച്ച് ഈ ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അത് അമ്മയെ പോലുള്ള ആൾക്കാർ നന്നായി തിരിച്ചറിയാനും തയ്യാറാകണം എന്നുള്ളതാണ്. ഇത്രയും അധികം വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ലല്ലോ. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് വേറെ ഇല്ലല്ലോ. കിറ്റും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഗവൺമെന്റ് വേറെ ഇല്ലല്ലോ. അപ്പൊ ഇന്ത്യയിലെ മറ്റ് ഗവൺമെന്റുകളുമായി തുലനം ചെയ്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പോൾ മറിയക്കുട്ടി അമ്മയുടെ പ്രതിഷേധം തീർച്ചയായിട്ടും പെൻഷൻ ന്യായമായി കിട്ടണമെന്നുള്ളതാണ്. അത് ഈ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റിനെ സാമ്പത്തികമായി ഞെരുക്കി ഇതൊന്നും കൊടുക്കാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണല്ലോ. ആ കാര്യം കൂടി തുറന്നു കാണിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട ന്യായമായിട്ടുള്ള വിഹിതം തരുന്നുണ്ടോ? അവര് തുച്ഛമായിട്ടുള്ള തുക മാത്രമാണ് തരുന്നത്. പക്ഷെ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇതെല്ലാം കേന്ദ്രം കൊടുക്കുന്നതെന്നാണ്.
അപ്പൊ കേന്ദ്രം വാർദ്ധക്യകാല പെൻഷനിലടക്കം ഏതാനും ചില ലക്ഷം പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് എത്ര രൂപയാ? 200 രൂപ വീതം, 300 രൂപ വീതം മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ. നമ്മളിവിടെ കൊടുക്കുന്നത് എത്ര? 1600 രൂപ. അപ്പൊ ഇതൊക്കെ ആളുകളിൽ നിന്ന് മറച്ച് വെക്കപ്പെടുകയാണ്. സംസ്ഥാനമാണ് ഇതിന്റെ ഭൂരിഭാഗം പണം തരുന്നത്, ഭൂരിഭാഗം പേർക്കും പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഒരു വലിയ ബാധ്യത പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി 24,000 കോടി രൂപയാണ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മൾ വിതരണം ചെയ്തത്. നേരത്തെ പറഞ്ഞല്ലോ, അദാലത്തിന്റെ ഭാഗമായി സ്ട്രെച്ചറിൽ കൊണ്ടുപോയി മണിക്കൂറുകൾ അദാലത്തിന്റെ മുമ്പേ കൊണ്ടിരുത്തി 2000 രൂപ 1500 രൂപ കൊടുക്കുന്ന പോലെയാണോ? ഇവിടെ ഞങ്ങൾ ശുപാർശ ചെയ്ത് അപേക്ഷ കൊടുക്കുന്ന ഞങ്ങൾ പോലും അറിയുന്നില്ല. ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ മാത്രം 1,35,00,000 രൂപ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുത്തിരിക്കുക. അത് 15,000 രൂപ കിട്ടിയവരുണ്ട്, 25,000 കിട്ടിയവരുണ്ട്, 1,00,000 കിട്ടിയവരുണ്ട്, ഈ നിലയിൽ. അപ്പൊ ഇത് കേരളത്തിൽ നന്നായി നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നവകേരള സദസ്സിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ മറിയക്കുട്ടിയമ്മയെ പോലുള്ള പാവങ്ങളുടെ കാര്യം പരിഗണിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഭരണം പൂർത്തീകരിക്കുമ്പോൾ 2,500 എത്തും പെൻഷൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ പുറപോലെ ചെയ്യും. പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചോട്ടെ, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഇവിടെ അടുത്തൊരു വിഷയം ഇപ്പം നടക്കുന്നത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം ഇതിൻ്റെ എല്ലാം കേന്ദ്രമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഗവർണറുടെ നിയമനങ്ങളിൽ ഇപ്പം സെനറ്റിലേക്ക് ഗവർണർ നിയമിച്ച ആളുകളിൽ ചില റാങ്കുകാരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ചില താല്പര്യങ്ങളോടുകൂടി നിയമനം നടത്തി എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധം അതിരുവിട്ട് പോകുന്നത് കൊണ്ട് അത് ബാക്ക് ഫയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ കേരള സെനറ്റിലേക്ക് അടക്കം ഗവർണർ എവിടെ നിന്നാണ് നോമിനേറ്റ് ചെയ്തത്? BJPയുടെ ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആരെയാ പുറന്തള്ളിയത്? ഇവിടെ റാങ്ക് വാങ്ങിച്ച കുട്ടിയെ, പ്രതിഭയായിട്ടുള്ള കുട്ടിയെ, മറ്റ് ഏറ്റവും മികച്ച കുട്ടികളെ തഴഞ്ഞിട്ടാണ് ഈ പറഞ്ഞ BJP പശ്ചാത്തലമുള്ള ആൾക്കാരെ തിരികെ കയറ്റുന്നത്. അപ്പൊ ഇതെങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയും? അപ്പൊ അവിടെ ശബ്ദമുയർത്തേണ്ടത് SFI തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ സമരരംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ആവേശം പ്രകടിപ്പിക്കും. അത് SFIയിലൂടെയാണ് ഞങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. ഞങ്ങൾ ആ സമരം കാണുമ്പോൾ ഞങ്ങളുമൊക്കെ ആവേശം കൊള്ളുകയാണ്. ഗവർണർ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നില്ലെങ്കിൽ എന്താ പറ്റും? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകും. അദ്ദേഹം കാറിൽ നിന്നും ചാടി ഇറങ്ങുന്നു, തെരുവ് ഗുണ്ടകളെ പോലെ വിദ്യാർത്ഥികളുടെ നേരെ ക്രിമിനൽസ് എന്ന് പറയുന്നു, ബ്ലഡി കണ്ണൂർ എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ഗവർണർ ചെയ്യേണ്ട പണിയാണോ? ഗവർണറുടെ സ്ഥാനത്തിരുന്ന് ന്യായമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബഹുമാനം എല്ലാവരും കൊടുക്കും. അപ്പോൾ പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് ഗവർണർ ആയാലും ആരായാലും ഇവിടെ പ്രതിഷേധിക്കും. അത് കേരളത്തിൽ പണ്ട് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല, ആര് ഈ നിലയിൽ പെരുമാറ്റം നടത്തിയാൽ അത് ചെയ്യും. അതുകൊണ്ട് SFIക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല. അത് അവരുടെ ഒരു ദൗത്യമാണ്. അവർ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും ചോദിക്കില്ല. ഇവർ കയറിയിരുന്ന് സർവകലാശാലകളുടെ മുകളിലേക്ക് വന്നിരുന്ന് തോന്നിയാസം കാണിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണം. അപ്പൊ അത് കേരളത്തിൽ നടക്കില്ല എന്നുള്ളതാണ് SFIയിലൂടെ ഇപ്പൊ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ CPM എന്ന് പറയുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നമ്മൾ കാണുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കാൻ ആവശ്യപ്പെടുന്നു. വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. പല LDF ഗവൺമെന്റുകൾ ഇരുന്നിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ രണ്ടാമതൊരു കാര്യം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലോകായുക്തയുടെ നിയമം, അത് ലോകായുക്തയുടെ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ KT ജലീൽ രാജിവെക്കേണ്ടി വന്നത് അങ്ങനെയാണ്. പക്ഷെ അത്തരത്തിലുള്ള നിയമം ഒരു ബൈൻഡിങ് അല്ലാതെ ലോകായുക്തയുടെ ചിറകരിയുന്നു. ഇത് രണ്ടിനെയും സഖാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഞാനിത് പറഞ്ഞത് ഇപ്പൊ സഖാവ് പറഞ്ഞ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇത് സ്വജനപക്ഷപാതത്തിനും അതുപോലെ KK രാഗേഷിന്റെ ഭക്തിയുള്ള പ്രിയ വർഗീസിന്റെ നിയമനത്തിനും ഒക്കെയാണെന്ന് പറയുന്ന വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇത് CPM പോലൊരു പാർട്ടി ഇത് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം അങ്ങനെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഗവർണർക്ക് ഇത്രമാത്രം കുറച്ചെങ്കിലും ജനസമ്മതി കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗവർണർക്ക് ജനസമ്മതി ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഇങ്ങനെ പെരുമാറുന്ന ഗവർണർക്കാണോ ജനസമ്മതി ഉള്ളത്? അപ്പൊ അത് ഇപ്പൊ മിഠായി തെരുവിൽ അദ്ദേഹം പോയി, അത് ജനസമ്മതി എന്നാണോ വിചാരിച്ചത്? ഹൽവ കഴിച്ചു ആരാണെങ്കിലും കൊടുക്കും. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഒരു കൾച്ചർ ഇതാണല്ലോ. അദ്ദേഹം അങ്ങനെ ചെയ്തതിലൂടെ കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് തെളിയിച്ചു. കേരളത്തിൽ ഏത് തെരുവിൽ കൂടെയും ഏത് VIP വേണമെങ്കിലും ഇറങ്ങി നടക്കാം, ഒരു പ്രശ്നവുമില്ല. അയാൾക്കെതിരെ അങ്ങനെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. റോഡിലൂടെ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ കരിങ്കൊടി കാണിക്കുന്നത് ഒരു അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അദ്ദേഹം സ്വകാര്യ ചടങ്ങിന് പോയ പ്രതിഷേധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം റോട്ടിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടില്ല.
അപ്പൊ ഇത് പ്രതിഷേധം മുൻകൂട്ടി ഡിക്ലെയർ ചെയ്ത് ഞങ്ങൾ നടത്തുന്നതാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സ്വകാര്യ ചടങ്ങിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും സിനിമയ്ക്ക് പോകുമ്പോൾ, തിയേറ്ററിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടയിൽ പോകുമ്പോൾ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ അതിനുള്ള സാഹചര്യവും ഇല്ല. അപ്പൊ അത് അദ്ദേഹം തെളിയിച്ചു ആ പരിപാടിയിലൂടെ. ഇവിടെ എന്താ പ്രശ്നം? വൈസ് ചാൻസലറെ വെച്ചതാരാ? ഈ കേരള നിയമസഭയല്ലേ? അതെ, കേരള നിയമസഭ ചാൻസലറെ വെച്ചു. ചാൻസലർ അവിടെ ഇരുന്ന് ചാൻസലറുടെ പദവിക്ക് അനുയോജ്യമായ നിലയിൽ പ്രവർത്തിച്ചാൽ പ്രശ്നമില്ല. ഇവിടെ അതല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹം BJP-കാരെയും മറ്റ് അനുകൂലികളെയും തിരികെ കയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഇലക്ഷനിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റുമായി കൺസൾട്ട് ചെയ്താൽ എന്താ പ്രശ്നം? അങ്ങനെയാണല്ലോ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. കേരള നിയമസഭ അല്ലെങ്കിൽ കേരളത്തിലെ എക്സിക്യൂട്ടീവ് പാസ്സാക്കിയിട്ടുള്ള നിയമപ്രകാരം ചാൻസലറായ ആള് അവിടുത്തെ എക്സിക്യൂട്ടീവിനെ മാനിക്കട്ടെ, ഗവൺമെന്റിനെ മാനിക്കട്ടെ. നിങ്ങൾ അങ്ങ് മാറി ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമസഭയ്ക്ക് എന്താ അധികാരം? ഭരിക്കുന്നവർക്ക് എന്താ അധികാരം? അപ്പൊ കാലാകാലങ്ങളിൽ അതൊരു മാന്യതയല്ലേ? ആരാണോ ഭരിക്കുന്നത് അവരുമായി കൺസൾട്ട് ചെയ്ത് ഈ പറഞ്ഞ ന്യായമായിട്ടുള്ള സെനറ്റിലേക്കായാലും മറ്റു കാര്യങ്ങളിലേക്കായാലും പോസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? നിങ്ങൾ കൊണ്ടുവന്ന ഈ ആള് ശരിയല്ല, അയാൾക്ക് നിശ്ചിത യോഗ്യതയില്ല എന്ന് പറഞ്ഞ അയാളെ മാറ്റാം. അത് ഗവർണറും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും കൂടി ഇരുന്ന് ആലോചിച്ച് ചെയ്താൽ മതി. ഇവിടെ അത് നടക്കാത്തതാണ് പ്രശ്നം. ഏകപക്ഷീയമായി ഗവർണറുടെ ആൾക്കാരെ കൊണ്ടുവന്നിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമസഭ വെച്ച ഗവർണറെ മാറ്റുന്ന കാര്യം നിയമസഭ തീരുമാനിക്കും. ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം താങ്കൾ പറഞ്ഞൊരു കാര്യത്തിൽ, ഗവർണറുടെ കാര്യത്തിൽ അത് ശരിയാണ്. കാരണം ഗവർണർക്ക് ഒരു പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ. ഗവർണർ കൃത്യമായി ഗവൺമെന്റിനോട് കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് ശുപാർശ പ്രകാരം മാത്രം ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ ചാൻസലർ എന്ന് പറയുന്ന, തീർച്ചയായിട്ടും കേരള നിയമസഭ കൊടുത്തതാണ്. പക്ഷെ ചാൻസലർ എന്ന് പറഞ്ഞ പദവിയിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, BK പ്രശാന്ത് എനിക്കറിയാം, ലോ അക്കാഡമിയിൽ പഠിച്ച് പാസ്സായിട്ടുള്ള ഒരാളാണ്, അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ നിയമപരമായ ഒരു പ്രശ്നം ഇപ്പം കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ നിന്ന് വന്നേക്കുന്ന വിധി എന്താ? ഇപ്പം ഗോപിനാഥ് രവീന്ദ്രൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് ആരും പറയുന്നില്ല. കാരണം അദ്ദേഹം യോഗ്യതയുള്ള ഒരാളാണ്. അദ്ദേഹം ICHR കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നുള്ള ഒരാളാണ്. അത്തരത്തിൽ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രശ്നം ഈ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബിന്ദു കത്ത് കൊടുത്തു എന്നുള്ളതും മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞു എന്നുള്ളതുമൊക്കെ നെപ്പോട്ടിസമായി കണക്കിലെടുത്തേക്കുന്നത് സുപ്രീം കോടതിയാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. അല്ല, സുപ്രീം കോടതി അങ്ങനെ പറയാൻ സാഹചര്യം എന്താ? ഗവർണർ പറയുകയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വെച്ചത്. അങ്ങനെ പറയേണ്ട ആളാണോ ഗവർണർ? അവിടെ അദ്ദേഹത്തിന്റെ വില തന്നെ കളയല്ലേ. ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു പേര് പറഞ്ഞു, ഞാൻ ആ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടാണ് അവരെ വെച്ചത് എന്ന് പറയുന്നത് എന്ത് നാണക്കേടാ? അവരോട് മുഖത്ത് നോക്കി പറയണ്ടേ, നിങ്ങൾ ഗോപിനാഥിന് യോഗ്യതയില്ലാത്ത ആളാണ്, നിങ്ങൾ വേറൊരു പേര് തരൂ എന്ന് പറയേണ്ട ആളല്ലേ ഈ പറഞ്ഞ ഗവർണർ? അദ്ദേഹത്തിന് അങ്ങനെയാണ് സ്റ്റാൻഡ് ഉള്ളതെങ്കിൽ. ഇവിടെ ആ ശുപാർശ അംഗീകരിച്ച് വെച്ചതിന് ശേഷം കോടതി പോയി പറയുകയാണ് ഞാൻ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് തെറ്റുപറ്റിപ്പോയതാണ്. അതിനെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്, അങ്ങനെ ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് ഗവർണർക്ക് നടത്താം. മുഖ്യമന്ത്രി വന്ന് എന്നോട് സംസാരിച്ചാലേ ശരിയാവും എന്ന് പറയുകയാണ്. ഗവർണർക്ക് തിരിച്ചു പോവാമല്ലോ, നിങ്ങൾ പറഞ്ഞ ആളിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് മാറ്റി വേറൊരു പേര് തരണം, പ്രശ്നം കഴിഞ്ഞല്ലോ. ഇവിടെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ, തിരുവനന്തപുരത്താണ് ഗവൺമെന്റ് കേരളീയം നടത്തിയത്. ഇപ്പോൾ IIFFK എന്ന് പറയുന്ന ചലച്ചിത്ര പരിപാടി നടത്തിയത്. ഈ കേരളീയവും ഇതുമൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടിയാൽ മതിയോ? കാരണം അതാണ് നമ്മുടെ ചോദ്യം. കാരണം ഇപ്പൊ കേരളീയത്തിൽ ദൂർത്ത് നടന്നു എന്ന് പറയുന്ന ആരോപണമൊക്കെ ഒരുപാട് തവണ പാർട്ടി മറുപടി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ വട്ടിയൂർക്കാവിന്റെ MLA എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഈസിയാണ് മറുപടി പറയാൻ, കാരണം ഇവിടെ വെച്ചിട്ട് വേണം എന്ന് പറയാം. പക്ഷേ ഞങ്ങളെപ്പോലെ ഇപ്പൊ എറണാകുളം അല്ലെങ്കിൽ കേരളത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കുന്നൊരു കാര്യം, നമുക്ക് കേരളീയം കാണാനായിട്ട് ഇവിടെ വരാൻ പറ്റില്ല, നമുക്കിപ്പോ IIFFK കാണാനായിട്ട് ഇവിടെ വരാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കൊച്ചിൻ ബിനാലെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് തീർച്ചയായിട്ടും അപ്പൊ അതില് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗവൺമെന്റ് എത്രയോ പണം മുടക്കിയിട്ടാണ് കൊച്ചിൻ ബിനാലെ ടൂറിസം അതെ. അപ്പൊ അത് സ്വാഭാവികമാണ്. അപ്പൊ അതുപോലുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്, പലയിടത്തും നടക്കുന്നുണ്ട്. കോഴിക്കോട് എത്രയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും പരിപാടികൾ കോഴിക്കോടോ കണ്ണൂരോ കൊച്ചിയിലോ ഒക്കെ ആണല്ലോ നടക്കുന്നത്. അപ്പൊ തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാന നഗരമാണ്, കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ്. അപ്പൊ ഇവിടെ ഇത്തരം പരിപാടികൾ വരണം. കാരണം എന്താ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വരുമാനം ടൂറിസമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവും കോവളവും ശംഖുമുഖവും പൊന്മുടി അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ വരുന്ന സഞ്ചാരികളെ നഗരത്തിലേക്ക് കൂടി എത്തിക്കണം. അതാണല്ലോ കേരളീയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്.
അപ്പോൾ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആൾക്കാരെ നഗരത്തിലേക്ക് കൂടി എത്തിച്ച് അതുവഴി ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കുക, ഇവിടുത്തെ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് കോഴിക്കോട് വരുന്നതിനോ കണ്ണൂർ വരുന്നതിനോ കൊച്ചിയിൽ വരുന്നതിനോ ഒന്നും ഞങ്ങൾ എതിരല്ല. വരും വർഷങ്ങൾ അത് ഗവൺമെന്റ് ആലോചിക്കട്ടെ. ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ളതിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നടത്താൻ ഞങ്ങൾ ബലം പിടിക്കും, സമ്മർദ്ദം നടത്തും. ഇപ്പൊ അടുത്തൊരു ചോദ്യം, സഖാവ് വളരെ കൃത്യമായി, ഇപ്പൊ മറ്റ് സഖാക്കളെ പോലെയല്ല, കൃത്യമായി സിനിമ കാണുന്ന ഒരാളാണ്, അത് ആസ്വദിക്കുന്ന ഒരാളാണ്, അത് വിലയിരുത്തുന്ന ഒരാളാണ്. ഈ IFFKയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം, ഈ ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട, ഈ മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ കൃത്യമായി കണ്ടിരുന്നില്ല എന്ന് പറയുന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും ശേഷം ഇപ്പം നടത്തുന്ന സംഭവങ്ങൾ വരെ അറിയാം. കാരണം രഞ്ജിത്തിനെതിരെ 15 പേരിൽ 9ഓളം വരുന്ന അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ തിരിയുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് രഞ്ജിത്ത് പല വിവാദ പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. കാരണം വയനാട്ടിൽ എനിക്കൊരു വീടുണ്ടെന്നും അവിടെ കുരക്കുന്ന പട്ടികൾ ഞാനല്ല യജമാനൻ എന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണെന്നൊക്കെയുള്ള പല വിവാദ പ്രസ്താവനകളും നടത്തിയത്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം സഖാക്കൾക്ക് ഇത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിനെയൊക്കെ പാർട്ടി എന്തിനാണ് സഖാവ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സഹിക്കുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലല്ല, ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട്. ഇപ്പം ഇതിനു മുമ്പ് ശ്രീ കമൽ, അതുപോലെ തന്നെ പ്രിയദർശൻ, അങ്ങനെ പല ആളുകളും അക്കാഡമിയുടെ ചെയർമാൻമാരായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓരോ രീതിയുണ്ട്. രഞ്ജിത്തിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അപ്പോൾ അത് ഈ ടൈം എന്തെങ്കിലും തിരുത്തേണ്ട ഭാഗം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് തിരുത്തും. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, മന്ത്രി ഇദ്ദേഹവുമായിട്ട് സംസാരിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തും. അപ്പൊ അത് ഗവൺമെന്റ് തലത്തിൽ ചെയ്തോളും. ഇപ്പൊ ഇതൊക്കെ പത്രത്തിൽ വാർത്ത വരുന്നു, പക്ഷെ അവർക്ക് ഭിന്നിപ്പില്ലല്ലോ. ഭിന്നിപ്പ് അവരാരും പരസ്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. യോഗം ചേർന്നു എന്നൊക്കെ പറയുന്നു, അതെ, പരസ്യമായി പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും, മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റും, അത്രയേ ഉള്ളൂ. ഇതിൽ ഇപ്പോൾ സഖാവിൻ്റെ തന്നെ ഒരു പഴയ കാര്യത്തേക്ക് പോയാൽ നമുക്കറിയാം, ഇപ്പോൾ മേയറായിരിക്കുമ്പോൾ ചില ആരോപണങ്ങൾ കൂടി വന്നിരുന്നു. വളരെ ജനകീയനായിട്ടുള്ള മേയറായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ചില അഴിമതി ആരോപണങ്ങൾ, ഇപ്പോൾ വിജിലൻസിൽ ആ സമയത്ത് തന്നെ ഒരു കൗൺസിലർ തന്നെ പരാതി കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായി, താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ രണ്ടും കൂടി സഖാവ് ഒരുമിച്ച് മറുപടി പറഞ്ഞാൽ മതി. പിന്നീട് ഒരു സമരം നടന്നപ്പോൾ സഖാവ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു BJPയുടെ കൗൺസിലറാണ്, തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, അത്തരത്തിലുള്ള ഒരു പരാതികളൊക്കെ കൊടുക്കണ്ടേ? സഖാവ് അതിനെ എങ്ങനെയാണ് നോക്കുകയാണെന്ന്, ഇപ്പോഴും ആ കേസ് നിലവിലുണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ? അല്ല, എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി നിലവിലില്ല. ഇല്ല. ഈ പ്രതിപക്ഷം എന്ന നിലയിൽ അവർ പല ആരോപണങ്ങളും ഉന്നയിക്കും. അപ്പൊ ഇത് ഉന്നയിക്കുന്നവർ അത് തെളിയിക്കട്ടെ. അപ്പോൾ അത് പൊതുരാഷ്ട്രീയത്തിലായാലും അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ ഒരാളിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കണ്ടേ. അന്തരീക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നിട്ട് വല്ല കഥയുണ്ടോ? അപ്പൊ എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉള്ളതായിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു കേസും എനിക്കെതിരെ ഇല്ല. ആരെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ആക്ഷേപിച്ചതായിട്ടും എനിക്കെതിരെ അങ്ങനെ ഒരു കേസില്ല. തലസ്ഥാനത്തെയോ കേരളത്തിലോ അങ്ങനെ ഒരു കേസ് എനിക്കെതിരെ ഇല്ല. അല്ല, വിജിലൻസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തുകയും പത്രക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അത് അവരോട് ചോദിക്കണം, കൊടുത്തിട്ടുണ്ടോ ഇല്ല. കൊടുത്തിട്ടുണ്ടാവും. എനിക്കെതിരെ അങ്ങനെ ഒരു കേസ് നിലവിലില്ല, നമ്മളങ്ങനെ പെരുമാറിയിട്ടുമില്ല. അതിനുശേഷം വന്നിട്ടുള്ള ആര്യ രാജേന്ദ്രൻ, ഞാനിത് ചോദിക്കാൻ തന്നെ കാര്യം ഇതുകൊണ്ടാണ്. ആര്യ രാജേന്ദ്രനെതിരെ ഇപ്പോൾ ആനാവൂർ നാഗപ്പന് കത്ത് കൊടുത്തു, സഖാവിന് കത്ത് കൊടുത്തു, ഞാൻ താൽക്കാലികമായി തന്നെ 390 നിയമനങ്ങൾ വേണം എന്ന് പറഞ്ഞു. സഖാവ് ഇതിൽ ഇപ്പോൾ ആ കത്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ കത്തല്ല, അത് വ്യാജ കത്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലേക്ക് ഗവൺമെൻറ് അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതെന്തുകൊണ്ടാണ് കണ്ടെത്തലുകൾ ഇല്ലാത്തത്? ഇതെല്ലാം പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് ഇപ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി മേയറും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഏത് ഗവൺമെൻറ്റാണോ ഇരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ചില ശുപാർശകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് അല്ല നടക്കുന്നത് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ എന്താ കാര്യം? ഇവിടെ കോർപ്പറേഷൻ എംപ്ലോയ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇത്രയും പേരുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് തരണം. കിട്ടാത്ത സാഹചര്യം വന്നു. അപ്പോൾ ഓപ്പൺ ഇൻ്റർവ്യൂവിലേക്ക് പോയി 2-3 തവണ അപേക്ഷ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം. ഇതൊന്നും ആരും പറയുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കത്തിന്റെയൊക്കെ പ്രശ്നം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വ്യാജ കത്താണെന്ന് ബന്ധപ്പെട്ടവർ എന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇപ്പോൾ വലിയ ആക്ഷേപം പല പാർട്ടിക്കാരെയാണ് വെക്കുന്നതെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടക്കുന്നത്. ഈ 7 വർഷം കൊണ്ട് 2,20,000 പേർ PSC വഴി നിയമനം നേടിക്കഴിഞ്ഞു. ഏതാണ്ട് 1,32,000 പേർ എംപ്ലോയ്മെന്റ് വഴി നിയമനം നേടിക്കഴിഞ്ഞു.
ബാക്കി ഒരു 32,000 പേരാണ് ഈ കരാർ നിയമനങ്ങളിലും മറ്റുമൊക്കെ വരുന്നത്. ആക്ഷേപം പറയുന്നത് എന്താ? ഇതെല്ലാം പാർട്ടിക്കാരാണെന്നാണ് പറയുന്നത്. ആണോ? PSC എഴുതിയ ഒരു പാർട്ടിക്കാരാണോ? പാർട്ടിക്കാരും കാണുമായിരിക്കാം. ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് വഴി കയറിയത് പാർട്ടിക്കാരാണോ? അതിനകത്തൊക്കെ കേരളത്തിൽ CPM-ഉം ഇടതുപക്ഷ സംഘടനകളും വലിയ പ്രസ്ഥാനമായതുകൊണ്ട് ഒരുപക്ഷെ ഭൂരിപക്ഷം പേർ ചിലപ്പോൾ പാർട്ടി അനുഭാവികളായിരിക്കാം. പക്ഷെ അതുവരെ വന്നത് എവിടുന്ന? PSC വഴി വന്നു, എംപ്ലോയ്മെന്റ് വഴി വന്നു, ബാക്കി കരാർ നിയമനങ്ങളാണ്. അപ്പൊ ഇതില് ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ അവര് ഭരിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇതൊക്കെ ചേരുന്നത്? അതെല്ലാം കോൺഗ്രസ്സുകാരാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിയമിച്ചവരെല്ലാം കോൺഗ്രസ് പാർട്ടിക്കാരാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അത്രേ അതിന്റെ കാര്യമുള്ളൂ. ഈ താങ്കളുടെ ഭരണകാലത്ത്, അതായത് മേയറായിട്ടിരിക്കുന്ന കാലത്തും അതിനുശേഷവുമെല്ലാം ഇപ്പം ഇവിടെ നമ്മുടെ ഒരു സാധാരണ ആളുടെ ഒരു റീഡിംഗ് വെച്ചിട്ട് ശരിക്കും BJP തിരുവനന്തപുരത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ VV രാജേഷൊക്കെ മത്സരിച്ചത് പോലും ഒരു ഡെപ്യൂട്ടി മേയറാകാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്നുള്ളതാണ് കേൾവി. അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റോ എന്ന അത്തരത്തിലുള്ളൊരു മത്സരം കൗൺസിൽ ഇലക്ഷൻ കാഴ്ചവെക്കേണ്ട കാര്യമില്ല. ഞാനിത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ താങ്കൾ ഈ ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് 3300 എനിക്ക് വേണം 200-ലധികം വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അത്തരത്തിൽ താങ്കൾക്ക് ഇതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ അറിയാം, ഞങ്ങളെക്കാളും കൂടുതൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് BJPയുടെ ഇത്രത്തോളം ശക്തി പ്രാപിക്കുന്നത്? കാരണം ഇപ്പോൾ പല വലിയ, ഞാനിത് ചോദിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, രാജീവ് ചന്ദ്രശേഖരോ നിർമ്മല വെങ്കട്ടരാമനോ പോലെയുള്ള ആളുകൾ ഇവിടെ വന്ന് മത്സരിക്കുമെന്ന് കേൾക്കുന്നു. BJP പിടിക്കാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ തൃശ്ശൂരാണ് അവർ ഏറ്റവും കൂടുതൽ കണക്കൂട്ടുന്നതാണ് എൻ്റെ തോന്നൽ. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പമോ കണക്കൂട്ടുന്ന തിരുവനന്തപുരമായിട്ട് കണക്കൂട്ടുന്നു. എങ്ങനെയാണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ വളർച്ചയൊക്കെ കാണുന്നത്? അല്ല, ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കറിയാലോ, കേരളത്തിലാണ് RSSന്റെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത്. അതിൽ തന്നെ തിരുവനന്തപുരമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ ശക്തിയാണെന്ന് പറയാൻ വേണ്ടി കഴിയും. അല്ലെന്നുള്ളത് അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേഷനിൽ ഞങ്ങളിപ്പം പിടിക്കാൻ വേണ്ടി പോകുന്നു, പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് ഇനി BJPയുടെ മേയറായിരിക്കും എന്നായിരുന്നല്ലോ കഴിഞ്ഞ തവണ ഡിക്ലെയർ ചെയ്തത്. വല്ല സംഭവിച്ചു? നേരത്തെ ഞാനിരുന്ന സമയത്ത് 44 പേരുടെ ഭൂരിപക്ഷ അംഗബലമേ ഉള്ളൂ. 100-ൽ 44 ന്യൂനപക്ഷ ഭരണമായിരുന്നു. ഞങ്ങൾ ഭരണം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അത് 54 10 കൂടി. അപ്പോ ഇത് കാണിക്കുന്നത് എന്താ? BJP അവിടെ നിൽക്കും, അവരവിടെ നിന്നോട്ടെ, അത് അതേപോലെ തന്നെ നിൽക്കും. നേമത്ത് ഉള്ളത് പോയില്ലേ, ഉള്ളൊരു സീറ്റ് പോയി. അപ്പോൾ ഇതേ അതിന്റെ ഒരു സ്ഥിതിയുള്ളൂ. ഇപ്പൊ നിർമ്മല സീതാരാമൻ അല്ല, സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മനസ്ഥിതി മതേതര മനസ്ഥിതിയാണ്. ആ മതേതര മനസ്ഥിതി ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മതേതര ചിന്താഗതി പുലർത്തുന്ന ആൾക്കാരെ ജയിപ്പിക്കുന്നതായിരിക്കും ജനം ഇഷ്ടപ്പെടുക. അതാണ് തൃശ്ശൂരിലായാലും നടക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി പോകുന്നുണ്ട്? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു പ്രഖ്യാപനങ്ങളിലും അവരുടെ ഒരു ചില വോട്ട് ബാങ്ക് അവർക്കുണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്, അതവർക്ക് കിട്ടും. ബാക്കി മതേതര മനസാക്ഷി സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടുത്തെ ഗതി നിർണ്ണയിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭീഷണിയൊന്നുമില്ല. ഇപ്പോൾ തിരുവനന്തപുരം പറഞ്ഞല്ലോ, നിയമസഭാ മണ്ഡലങ്ങളിൽ 14-ൽ 13 ഇടതുപക്ഷമാണ്. അതെ, തൃശ്ശൂരിൽ അങ്ങനെ തന്നെയാണ്. അതെ, 4 CPM 3 CPM 3 CPI ആണ്. അപ്പൊ അതുകൊണ്ട് നിർമ്മല സീതാരാമൻ വന്നാൽ ഇവിടെ എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. തിരുവനന്തപുരത്തിന്റെ സ്വഭാവമുണ്ട്. കോർപ്പറേഷനിൽ അവർ ചില ഗ്രാസ് റൂട്ടിൽ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ചില പ്രതിഫലനം ചില വാർഡുകളിൽ ഉണ്ടായിട്ടുണ്ട്. ചില ജാതി സമവാക്യങ്ങൾ, സമുദായ സമവാക്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം പിന്നീട് ജനങ്ങൾ നന്നായി മനസ്സിലാക്കും. കാരണം കേരളത്തിൽ ചില മുനിസിപ്പാലിറ്റികൾ BJP ഭരിക്കുന്നുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വികസനമുണ്ടോ? കേന്ദ്രത്തിന്റെ സഹായമുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് ഗ്രാസ് റൂട്ടിൽ ചില കാര്യങ്ങൾ നടക്കുന്നത്. BJP കൗൺസിലർമാരുടെ വാർഡുകളിലടക്കം വികസനം നടക്കുന്നത് ഈ LDF ഭരണസമിതിയുടെ പണം വെച്ചിട്ടല്ലേ. അപ്പൊ ഇവരിതിനെല്ലാം വക്രീകരിക്കുകയാണ്. ഇതെല്ലാം നരേന്ദ്രമോദി കൊണ്ടുവരുന്നതാണ്, കേന്ദ്ര ഗവൺമെന്റ് തരുന്നതാണെന്ന് പറയുകയാണ്. BJPയുടെ പല വാർഡുകളിലും വികസനം നടക്കുമ്പോൾ മേയറുടെ പടം വെക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് നമ്മൾ ജനം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് BJP ഒരു ഭീഷണിയായിട്ടൊന്നും കാണുന്നില്ല. ഞങ്ങൾ ശക്തമായി ചെറുത്ത് നിൽക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്ന നിലയിൽ മതേതരത്വം സംരക്ഷിക്കാൻ, വർഗീയത ഇല്ലാതാക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങൾ കൃത്യമായി ചെയ്യും. അല്ല, CPM-ന്റെയും LDF-ന്റെയും ഒക്കെ, ഞാനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു തോന്നലിൽ CPM-ന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം
CPM-നേക്കാൾ ഒട്ടും ബെറ്റർ അല്ലാത്ത കോൺഗ്രസും അല്ലെങ്കിൽ അതിനേക്കാൾ ഒട്ടും ബെറ്റർ അല്ലാത്ത BJP-യും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് വിചാരിക്കുന്നു. സഹോദരൻ മറുപടി പറയാം. പക്ഷെ എൻ്റെ പ്രശ്നം ഇതിനെതിരെയുള്ള ഒരു അസംതൃപ്തി വർദ്ധിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ മറിയക്കുട്ടിമാരുണ്ടാവുന്നു, അല്ലെങ്കിൽ ഒറ്റകൾക്ക് പ്രതിഷേധങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നു എന്ന് പറയുന്നത് CPM കണക്കിലെടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചത്. മറിയക്കുട്ടി അമ്മമാർ മനസ്സിലാക്കേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താ? കേരളം പോലുള്ള ഒരു സംസ്ഥാനം, നമ്മുടെ സാമ്പത്തിക വരുമാനം എന്ന് പറയുന്നത് കുറച്ച് ഗൾഫുകാരും കുറച്ച് കച്ചവടക്കാരും 5-5.5 ലക്ഷം ഗവൺമെന്റ് ജീവനക്കാരും ഉൾപ്പെടുന്ന ഒരു മിഡിൽ ക്ലാസ് സംഗതിയാണ് കേരളത്തിലുള്ളത്. ഇവിടെ കേന്ദ്ര ധനസഹായം കിട്ടിയില്ല എങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളുണ്ടാവും, വികസന പ്രശ്നങ്ങളുണ്ടാകും. ഇത് ചൂണ്ടിക്കാണിക്കുക എന്നതുകൂടി നവകേരള സദസ്സിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. നമുക്ക് തരേണ്ട ന്യായമായിട്ടുള്ള കേന്ദ്ര വിഹിതം തരുന്നില്ല. എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. നമ്മൾ കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പുരോഗമനപരമായിട്ടുള്ള പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പാക്കി വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം നന്നായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ ചെയ്യുന്ന പ്രശ്നം എന്താ? ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്കുള്ള ഫണ്ട് കുറയ്ക്കുന്നു. അപ്പോൾ നീതി ആയോഗിന്റെ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ ഒരു പ്ലാൻ വിജയിപ്പിച്ചതിന് പാരിതോഷികം നൽകുന്നതിന് പകരം നമുക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുക. അപ്പൊ ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ കേരളം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വരാൻ കഴിയുന്നത് കേരളത്തിലാണ്. അവരുടെ തൊഴിൽ കൊടുക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ സൂചികയിൽ നമ്പർ 1 ആണ് കേരളം. അതുകൊണ്ട് തന്നെ ആയുർദൈർഘ്യം കൂടിയിരിക്കുന്നു, വയസ്സായവരുടെ എണ്ണം കൂടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഫണ്ട് തരുന്നില്ല. വയോജനങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന സംരക്ഷണത്തിന് ഫണ്ട് തരുന്നില്ല. നേരത്തെ പറഞ്ഞ നേട്ടങ്ങളുടെ ഭാഗമായി നേടിയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന നിലയിൽ തൊഴിൽ നൽകുന്നില്ല. അപ്പൊ ഇതൊക്കെ കേരളം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആ സെൻട്രൽ ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങളെ, പുതിയ തലമുറ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തക്ക നിലയിലുള്ള ഫണ്ടും സഹായവും കേരളത്തിന് ന്യായമായി നൽകണം. ഇത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. മറിയക്കുട്ടിമാരുണ്ടാവാതിരിക്കാനും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും കർഷക ആത്മഹത്യ തടയാനും അവർക്കും ബാധ്യതയുണ്ട്. ഇത് ജനങ്ങളുമായി സംവദിക്കുകയാണ് ഞങ്ങൾ നവകേരള സദസ്സിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പൊളിറ്റിക്സ് മറച്ചു വയ്ക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള ഒറ്റയാൻ പ്രതിഷേധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, SFIക്കാർ കാറിലടിച്ചു എന്ന് പറയുക. അപ്പൊ യഥാർത്ഥ പുറത്ത് കാണിക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്, ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരായിട്ട് പറയുക. അപ്പൊ ഇത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എയിംസ്, നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം എത്രയോ നാളുകളായി ആരോഗ്യ മേഖലയിൽ നമ്മൾ നമ്പർ 1 ആണ്. നമുക്ക് തരേണ്ടതല്ലേ? ഇതുവരെ തരുന്നില്ല. ഇന്നലെയും പാർലമെന്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഇത്തവണയും കേരളത്തിന് പരിഗണനയിലില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഓർമ്മിക്കണം, BJPക്കാര് എയിംസ് തിരുവനന്തപുരത്ത് വേണം, എയിംസ് പാലക്കാട് വേണം, എയിംസ് കോഴിക്കോട് വേണം, എയിംസ് കണ്ണൂർ വേണമെന്ന് അതാത് ജില്ലാ ഘടകങ്ങളെ കൊണ്ട് സമരം നടത്തിയ വർഷമാണ് കടന്നുപോയത്. അനുവദിക്കാത്ത സാധനം അന്ന് ഞങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ അനുവദിക്കുക, പിന്നെ അല്ലേ എവിടെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. എവിടെ വേണമെങ്കിലും വെക്കാം. ഇവിടെ ഗവൺമെന്റ് സ്ഥലമടക്കം 4 സ്ഥലത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത്തവണയും തരില്ല എന്ന് പച്ചയ്ക്ക് പറയുക. നമ്മൾ പ്രതിഷേധിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം അവഗണന മറച്ചു വെക്കപ്പെടുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ മേയർ ബ്രോ എന്ന് പറഞ്ഞ് താങ്കൾ വലിയ ഇമേജ് ഉണ്ടാക്കിയിരുന്നു എന്നും, പക്ഷേ MLA ആയിട്ട് വന്നപ്പോഴത്തേക്കും അത്തരത്തിലുള്ളൊരു ഇമേജ് ഇല്ല എന്നുമാണ് പ്രതിപക്ഷം. എനിക്ക് തോന്നുന്ന മുഖ്യമായി, ഞാനിപ്പോൾ പേരുകൾ പറയുന്നില്ല, ചില ആളുകൾ അടുത്ത തവണ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നൊക്കെ മത്സരിക്കാൻ സാധ്യതയുള്ള, BJPയിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകൾ ഉന്നയിക്കുന്ന വിമർശനം സഹോദരൻ എങ്ങനെയാണ് കാണുന്നത്? അല്ല, രണ്ടും രണ്ടാണെന്നേ. ഇപ്പോൾ മേയർ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും പദ്ധതികളും ഒക്കെ നടപ്പാക്കാനും ഇടപെടാനുള്ള ഒരുപാട് വഴികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് മേയറായിരുന്നുകൊണ്ട് കേരളം മുഴുവൻ ദുരിതാശ്വാസം എത്തിക്കാനും ഇടപെടാനും ഒക്കെ ഒരു സ്കോപ്പ് കിട്ടിയത്. MLA വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. MLA പൊളിറ്റിക്കലി അതൊരു ഹൈ പോസ്റ്റാണ്, പക്ഷേ നമ്മൾ ഈ ഇട്ടാവട്ടത്തിനകത്ത് ഒതുങ്ങുകയാണ്. പ്രോട്ടോകോൾ പ്രകാരം ഹൈ ആണ്, പക്ഷേ അതെ, പ്രോട്ടോകോൾ പ്രകാരം ഹൈ ആണ്. പക്ഷേ ഇപ്പൊ MLAക്ക് ഫണ്ട് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ MLA ഫണ്ട് കിട്ടുന്ന 5 കോടി രൂപ നമുക്ക് ചെലവഴിക്കാം. മേയർക്ക് അതല്ല. മേയർ ഒരു വർഷം ചെലവിട്ടുകൊണ്ടിരുന്ന ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് പുറത്താണ്. അപ്പൊ അത് എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്ന് നയപരമായി തീരുമാനിക്കാൻ അടക്കം അധികാരമുള്ള ആളാണ് മേയർ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കത്ത് കൊടുപ്പാണ് പ്രധാന പണി. മനസ്സിലായില്ലേ? അപ്പൊ അതിൻ്റെതായ ഒരു പരിമിതിയുണ്ട്.
പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ജയിച്ചതെന്ന് അങ്ങനെയാണോ ജനം വിലയിരുത്തുന്നത്? ഇപ്പൊ കഴിഞ്ഞ 4-5 വർഷക്കാലം മേയറായിരുന്നു പ്രവർത്തിച്ച് പ്രളയ സമയത്തിന്റെ ഒരു ഇടപെടൽ കൂടിയൊക്കെ വന്നപ്പോൾ ജനം അതും കൂടി വെച്ചിട്ടല്ലേ അളക്കുന്നത്. അല്ലാതെ പ്രളയ സമയത്ത് കുറച്ച് സാധനം ആളുകൾക്ക് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ജയിപ്പിച്ചതെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. ജനത്തിനൊരു അസസ്മെന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊള്ളാം, MLA ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഗുണമുണ്ടാകും. അതുകൊണ്ടാണല്ലോ ജനം ജയിപ്പിച്ചത്. 3-ാം സ്ഥാനത്ത് കിടന്ന നമ്മൾ 28,000 വോട്ടിന് 3-ാം സ്ഥാനത്ത് കിടന്ന LDF ആണ് 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ ഇവിടെ വട്ടിയൂർക്കാവ് പോലുള്ള കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരാതിക്കാർ വിഷമിക്കേണ്ട, അടുത്ത തവണ ഞങ്ങൾ തന്നെ ഇരുന്നോളാം. അപ്പോൾ അതിന് തക്ക നിലയിലുള്ള സ്വാധീനം ഞങ്ങളിവിടെ ഉണ്ടാക്കും. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഏതാണ്ട് 1,800 കോടി രൂപയുടെ വികസനം, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഉൾപ്പെടെ നടക്കുകയാണ്. മുൻകാലങ്ങളിൽ ഞങ്ങൾ ജയിച്ചാൽ നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടാണ് UDF-കാർ ഇവിടെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്നത്. അത് മാറി, കഥ മാറി. ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിച്ചു, ഞങ്ങളിപ്പോൾ സ്ഥലം പൊസഷനിൽ എടുത്തു തുടങ്ങി. ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ പണിയും തീർത്ത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വിഷമമുള്ളവർക്ക് അത് മാറി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, പക്ഷേ എങ്കിലും സമയമില്ലാത്തതുകൊണ്ട് അത് ഈ പറയുന്ന MLA എന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റുകളിൽ നിന്നും നേരത്തെ പറഞ്ഞ പണം ചെലവഴിക്കാൻ കഴിയുന്ന വലിയ പോസ്റ്റുകളിലേക്ക് എന്തായാലും എത്തട്ടെ. കാരണം അത് കേരളത്തിനും വട്ടിയൂർക്കാവിനും തിരുവനന്തപുരത്തിനും ഒക്കെ വലിയ ഗുണമാകട്ടെ. അതെ, സന്തോഷം.